ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ മനുഷ്യ പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു എന്ന് ആവർത്തിച്ച് കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ ഒരു ചോദ്യം ഉയർന്നേക്കാം. ഒരു വ്യക്തി ചെയ്ത പാപത്തിന് മറ്റൊരാൾ പരിഹാരം ചെയ്താൽ മതിയോ? തെറ്റു ചെയ്ത ആൾക്കല്ലേ ശിക്ഷ നൽകേണ്ടത്? മറ്റൊരാൾ എന്തിന് ശിക്ഷ ഏറ്റുവാങ്ങണം? ഒരിക്കൽ ഒരു പോലീസ് ഓഫീസർ റോഡിൽ വാഹനങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അതുവഴി വന്ന ഒരു വാഹനം കൈകാണിച്ചു നിർത്തി. ഡ്രൈവർ വാഹനത്തിൻ്റെ രേഖകളുമായി ഇറങ്ങി വന്നു. രേഖകൾ പരിശോധിച്ചപ്പോൾ ഇൻഷുറൻസ് പുതുക്കേണ്ട കാലാവധി കഴിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു. ഫൈനടയ്ക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വാഹനത്തിലിരിക്കുന്ന ഉടമ ആരാണെന്ന് ശ്രദ്ധിച്ചത്. തന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു അത്. താൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ഓഫീസർ ധർമ്മസങ്കടത്തിലായി. തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ ശിക്ഷിക്കാൻ സ്നേഹം അനുവദിക്കുന്നില്ല. എന്നാൽ വെറുതെ വിടാൻ നീതിബോധവും സമ്മതിക്കുന്നില്ല. കാരണം മുൻപ് വന്ന പലർക്കും അദ്ദേഹം സമാനമായ കുറ്റത്തിന് ഫൈൻ ചുമത്തിയതാണ്. പോലീസ് ഓഫീസർ പെട്ടെന്ന് ഒരു വഴി കണ്ടെത്തിയത് ഇങ്ങനെയാണ്. അദ്ദേഹം 500 രൂപ പിഴയെഴുതി രസീത് കൊടുത്തു. എന്നാൽ ആ പണം തൻ്റെ തന്നെ പോക്കറ്റിൽ നിന്നെടുത്ത് ഫൈൻ ശേഖരിക്കുന്ന സഹപ്രവർത്തകനെ ഏൽപ്പിച്ചു. സംശയിക്കേണ്ട, തൻ്റെ തന്നെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹമാണ് മനുഷ്യാവതാരത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ആന്തരിക രഹസ്യം. പാപത്തിന് അധീനമായ എൻ്റെ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന എക്കാലത്തെയും മനുഷ്യൻ്റെ തീവ്രമായ നിലവിളിക്ക് ദൈവപിതാവ് നൽകിയ ഉത്തരമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും. പാപം ചെയ്യുന്നവൻ പാപത്തിനടിമയാണ്. അടിമയെ മോചിപ്പിക്കണമെങ്കിൽ വില നൽകേണ്ടതുണ്ട്. മോചനദ്രവ്യമെന്നാണ് ഈ തുക അറിയപ്പെട്ടിരുന്നത്. സകല മനുഷ്യരുടെയും ആത്മാക്കൾക്ക് എന്ത് മോചനദ്രവ്യമായി നൽകാനാകും? ലോകത്തേക്കാൾ വിലയുള്ളത് നൽകേണ്ടി വരും. ലോകത്തേക്കാൾ വിലയുള്ളത് ലോകസൃഷ്ടാവ് മാത്രമേയുള്ളൂ. പക്ഷേ അമർത്യനായ അവിടുന്ന് എങ്ങനെ മരിക്കും? അതിനുള്ള പോംവഴിയായിരുന്നു മനുഷ്യാവതാരം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് മനുഷ്യൻ കടന്നുപോകാനിടയുള്ള സകല ക്ലേശങ്ങളും അനുഭവിച്ചറിഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.